via Krishnarajapuram has arrived on platform number 5. ഗൈസ് നമ്മളിപ്പോൾ ഉള്ളത് കോയമ്പത്തൂർ ഒരു ഹോട്ടലിലാണ്. രാവിലെ ഒരു ചായ കുടിക്കാൻ വേണ്ടി വന്നു. ചായ വന്നു, വട വന്നു. ഇപ്പൊ സമയം 5:15 കേട്ടോ. 5:45 നമ്മുടെ ഡബിൾ ഡെക്കർ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടുന്ന്. സോ ഓൺലി അരമണിക്കൂറേ ഉള്ളൂ നമുക്ക്. ഗൈസ് ഇതാണ് കേട്ടോ നമ്മുടെ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് വ്യൂ. അതായത് നമ്മളെ ഹോട്ടലിൽ നോക്കുമ്പോൾ ഉള്ള ഒരു വ്യൂ ആണ് കേട്ടോ. സോ അതിൻ്റെ ഫ്രണ്ടിൽ ഒരു സ്റ്റീം എഞ്ചിനൊക്കെ വെച്ചിട്ടുണ്ട്, നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല ബിസിയാണ് ഈ വെളുപ്പം കാലത്ത്. സോ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇതാണ് അതിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. അതായത് ഏർലി മോർണിംഗ് ഡിപ്പാർച്ചേഴ്സ് കുറേ ഉണ്ട്. സോ നമ്മുടെ വണ്ടി നമ്പർ 22666 ഉദയ എക്സ്പ്രസ്. അതിൻ്റെ ഡിപ്പാർച്ചർ 5:45 കേട്ടോ. ഇപ്പോൾ നമ്മൾ 6ാമത്തെ പ്ലാറ്റ്ഫോമിലോട്ട് പോകാം കേട്ടോ. സോ 6ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ ഡബിൾ ഡെക്കർ AC സൂപ്പർ ഫാസ്റ്റ് ഉള്ളത്. അത് കോയമ്പത്തൂർ ചെന്നൈ സെൻട്രൽ ഏതോ ഒരു വണ്ടി ഷണ്ട് ചെയ്തുകൊണ്ട് പോകാറ് കേട്ടോ. ഏതാ ഇത്? തിരുപ്പതി SMVT ബാംഗ്ലൂരു വണ്ടിയാണ്. ഇതാണ് നമ്മുടെ KSR ബാംഗ്ലൂരു ഡബിൾ ഡെക്കർ. നമ്മളിപ്പോൾ ലോക്ക് കാണാൻ പോവാട്ടോ. ഇതും WAP 7 ഇതുണ്ട്. ഇതിനകത്ത് ഫുള്ള് റിസർവ്ഡ് പാസഞ്ചേഴ്സ് ആണ് കേട്ടോ. ഇതിനകത്ത് 2S ഉണ്ടെങ്കിലും നമുക്ക് റിസർവ് ചെയ്തിട്ട് മാത്രമേ ഇതിനകത്ത് കയറാൻ പറ്റുള്ളൂ. സോ അത് എല്ലാവരും ശ്രദ്ധിക്കാം. ഡബിൾ ഡെക്കർ എക്സ്പ്രസ് ഇതാണ് നമ്മുടെ ലോക്കോ ഈറോഡ് ഷെഡിൻ്റെ WAP 7 ആണ് കേട്ടോ. ഇതായിരിക്കും നമ്മളെ KSR ബാംഗ്ലൂർ വരെ നയിച്ചുകൊണ്ട് പോകുന്നത്. ഇതാണ് നമ്മുടെ ഇൻഡസ്. Dr. MGR Chennai Central Vande Bharat Express. ഇതാണ് കേട്ടോ നമ്മുടെ കോച്ച് C6. സോ നമുക്കിവിടെ കയറാം. ഇത് താഴെ കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ സീറ്റ്. നമുക്ക് സിംഗിൾ സീറ്റ് കിട്ടി, സിംഗിൾ സൈഡ് സീറ്റ്. കറക്റ്റ് പ്ലാറ്റ്ഫോമിൻ്റെ ആ ഒരു ലെവലിലാട്ടോ നിൽക്കുന്നത്. എനിക്ക് ബ്രോയ്ക്ക് ഐസിൽ കിട്ടിയല്ലേ. ആർ യു ഹാപ്പി? നോ നെവർ. ഗൈസ് നമ്മളിപ്പോൾ ഇരിക്കുന്നത് ലോവർ സൈഡിലാണ് കേട്ടോ. സോ നമുക്ക് എത്രത്തോളം പ്ലാറ്റ്ഫോം അടുത്താണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതേപോലെ തന്നെ ഇൻറ്റീരിയർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഗരീബ് രഥിലൊക്കെ ഉള്ള അതേപോലെ തന്നെയാണ്. പക്ഷേ കുറച്ച് കൺജസ്റ്റഡ് ആണ് എന്നൊരു ഫീലിംഗ് മാത്രമേ ഉള്ളൂ. മുക്കാലായി കേട്ടോ. സോ ഇപ്പോൾ വണ്ടി എടുക്കുമായിരിക്കും. അങ്ങനെ 1 മിനിറ്റ് ലേറ്റായിട്ട് നമ്മുടെ വണ്ടി എടുത്തിരിക്കുന്നു ഗൈസ്.
വണ്ടിയല്ല പുറപ്പെടാതിരിക്കുന്നത്. ഹലോ ഗൈസ്, ഇതാണ് ഡബിൾ ഡെക്കറിന്റെ ടോയ്ലറ്റ്. നമ്മൾ ഏത് ട്രെയിൻ കയറിയാലും ഫസ്റ്റ് റിവ്യൂ ചെയ്യുന്നത് ടോയ്ലറ്റ് ആയിരിക്കും. സോ ദിസ് ഈസ് ഇൻസൈഡ് ദ ടോയ്ലറ്റ്. വെരി ക്ലീൻ ആട്ടോ, നല്ല സ്മെല്ലും ഉണ്ട്. ഇവിടെ പവർ ഫ്ലഷ് ആണ്. നമുക്ക് ഇതുണ്ട്, വെരി നീറ്റ് ആൻഡ് ക്ലീൻ. ഒരു 4 out of 5 കൊടുക്കാം. അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം. സോ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഡബിൾ ഡെക്കർ എക്സ്പ്രസ്സിലാണ് കേട്ടോ. 226/66 കോയമ്പത്തൂരിൽ നിന്ന് KSR ബാംഗ്ലൂർ വരെ പോകുന്ന ഡബിൾ ഡെക്കർ എക്സ്പ്രസ്സിലാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. എൻ്റെ ഒരു വൺ ഓഫ് ദ ചെക്ക് ലിസ്റ്റ് ആയിരുന്നു. സോ അതിൻ്റെ നിറവേറിയിരിക്കുകയാണ്. അതും ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നമുക്ക് ഫ്രീ അപ്ഗ്രഡേഷൻ AC ചേർക്കാതെ കിട്ടി കേട്ടോ. ഞങ്ങൾ സെക്കൻഡ് സീറ്റിംഗാണ് ബുക്ക് ചെയ്തത്, പക്ഷേ ഫ്രീ ആയിട്ട് അപ്ഗ്രഡേഷൻ കിട്ടി. സോ എന്തോ ഒരു ലക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത്. സോ വണ്ടി ഇപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് എടുത്തു കേട്ടോ. വണ്ടിയെക്കുറിച്ച് പറഞ്ഞാൽ ഒരു ടോട്ടല് 14 കോച്ചസ് ആണുള്ളത്. അതിനകത്ത് 7 കോച്ച് നമ്മുടെ ചെയർക്കാറാണ്, അതായത് ഈ ഡബിൾ ഡെക്കറിന്റെ കോച്ചസ് ആണ്. ബാക്കി 5 വരുന്നത് നമ്മുടെ നോർമൽ സെക്കൻഡ് സീറ്റിംഗ് ആണ് കേട്ടോ. പിന്നെ ഒരു ജനറേറ്റർ ആണ്. ടോട്ടല് 14 കോച്ചസ് ആണ് ഇതിന് ഈ ഒരു ട്രെയിൻ ഫുൾ സെറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് അകത്തോട്ട് കയറി നോക്കാം കേട്ടോ. ഇതിനകത്ത് മൊത്തം ഫുള്ളായിട്ടില്ല. എവിടെയായിരുന്നു ഞാൻ അപ്പുറത്ത് പോയി സീറ്റ് എടുക്കാനായിട്ട്. നമ്മുടെ സീറ്റ് കിട്ടി കേട്ടോ. ഇവൻ ട്രാപ്പായിട്ട് നീ വേണ്ടി ഇവിടെ ഇരുന്നോളോ. ആ ചാർജ് ചെയ്യാൻ അല്ല, അവിടെയാണല്ലോ ഇരുന്നു അവിടെ. സോ വ്യൂസ് ഒന്നും കിട്ടുന്നില്ല കേട്ടോ. ഇരുട്ടാണ്, വെട്ടം വീഴുമ്പോൾ ഞാൻ ഫുൾ എടുത്ത് നമുക്ക് കറക്റ്റ് സൈഡ് സിംഗിൾ സീറ്റ് കിട്ടി കേട്ടോ. എന്തായാലും നന്നായി, ഒരു ഡിസ്റ്റർബൻസ് ഇല്ല, നമുക്ക് ഫുട്ടേജസ് എല്ലാം എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പായിട്ടുള്ള തിരുപ്പൂരിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഏകദേശം ഓൺ ടൈമിൽ തന്നെയാണ് എത്തിയിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഇതിന് 2 മിനിറ്റാണ് സ്റ്റോപ്പ് കേട്ടോ. നമുക്ക് പുറത്തിറങ്ങി നോക്കാം. ഇതേതാ? കോയമ്പത്തൂർ, നാഗർകോവിൽ, കൊല്ലം. അതെ അതെ അതെ. അങ്ങനെ നേരെ പിളർന്നു. ഫസ്റ്റ് സ്റ്റോപ്പിൽ തന്നെ എന്താണ് തിരുപ്പൂരിൽ തന്നെ ഇവിടെ വണ്ടി ഫുള്ളായിട്ട് എല്ലാവരെയും കണ്ടിട്ട് സീറ്റ്സ് എല്ലാം ഫുള്ളായിട്ട് ക്ലാസിക്കോടുള്ള വ്യൂ ആണ് കേട്ടോ.
നമ്മള് രണ്ടാമത്തെ സ്റ്റേഷനായിട്ടുള്ള ഈ റോഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. 7:06 നമ്മൾ ഈ റോഡിലെത്തി. ഇവിടെ 3 മിനിറ്റാണ് കേട്ടോ സ്റ്റോപ്പ് നമ്മുടെ വണ്ടി. നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. കയറ് താഴെ നിൽക്കുന്നുണ്ട്. താഴെ നമുക്ക് താഴത്തെ സീറ്റ് കേട്ടോ. പണ്ടേ കുറച്ചുകൂടെ നല്ല വ്യൂ കിട്ടിയേനെ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി കിട്ടിയില്ല. വണ്ടി ഉണ്ടല്ലോ നമ്മുടെ MGR ചെന്നൈ സെൻട്രൽ ബാംഗ്ലൂരുമായിട്ട് റീക്ക് ഷെയറിംഗ് ഉള്ളൊരു ഡബിൾ ഡെക്കറാണ് കേട്ടോ. സോ ആദ്യം MGR ചെന്നൈ സെൻട്രലിൽ പോകും. അവിടെ നേരെ KSR ബാംഗ്ലൂർ പോയി. KSR ബാംഗ്ലൂരിൽ നിന്ന് കോയമ്പത്തൂരിൽ നിന്ന് തിരിച്ച് KSR ബാംഗ്ലൂർ, ദെൻ MGR ചെന്നൈ. ഇങ്ങനെ ഒരു സൈക്കിളിലാണ് ഈ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മൾ ഈറോഡ് ജംഗ്ഷൻ വിട്ടു കേട്ടോ. ഇതാണ് നമ്മൾ വാങ്ങിച്ചത് കേട്ടോ. പൂരിയും ഇതെന്തായിരിക്കും കേട്ടോ, മസാല ആയിരിക്കും അല്ലേ, ഉരുളക്കിഴങ്ങായിരിക്കും അല്ലേ. സോ ഉരുളക്കിഴങ്ങ് കറി സോഫ്റ്റാണ്, കഴിച്ചു നോക്കാൻ പറയാം. കുഴപ്പമില്ല. അതേതാ ലൈൻ? ട്രെയിൻ കിടപ്പുണ്ട്. അതായത് നമ്മൾ വന്ന വണ്ടിയുടെ തിരിച്ചു പോകുന്ന റേക്കാണ്. ഇതിനകത്ത് തിരക്ക് നോക്ക്, സ്ലീപ്പറിനകത്ത് തിരക്ക് നോക്ക്. അങ്ങനെ നമ്മൾ 8:15 സേലം എത്തി കേട്ടോ. ഇത് ഓൺ ടൈമാണ്. ഇവിടുത്തെ റൂഫ് ഉണ്ടോ ഗൈസ്, അടിപൊളി റൂഫ് കേട്ടോ ഗൈസ്. നമ്മളിപ്പോൾ നമ്മുടെ 4ാമത്തെ സ്റ്റോപ്പിലാട്ടോ നിൽക്കുന്നത്. അതായത്
നമ്മുടെ വണ്ടി വിട്ടു ഫോണടിച്ചു. അതായത് നമ്മൾ സ്റ്റേഷൻ കോയമ്പത്തൂർ വിട്ടിട്ട് തിരുപ്പൂര്, അത് കഴിഞ്ഞ് ഈറോഡ്. ഇപ്പോൾ 3ാമത്തെ സ്റ്റോപ്പാണ്, അതായത് സേലം. നമ്മുടെ 4ാമത്തെ സ്റ്റോപ്പിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പം 2 സ്റ്റോപ്പും കൂടെ ഉള്ളൂ, കുപ്പം അതേപോലെ കൃഷ്ണരാജപുരം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമ്മുടെ KSR ബാംഗ്ലൂരിലോട്ട് എത്തും കേട്ടോ.
1 മിനിറ്റ് ലേറ്റിൽ നമ്മുടെ വണ്ടി കുപ്പം റെയിൽവേ സ്റ്റേഷനിൽ എത്തി കേട്ടോ. ഇവിടെ 1 മിനിറ്റാണ് സ്റ്റോപ്പ്. ഒരു മിനിറ്റ് പോലും നിർത്തുന്ന സംശയമില്ല. ഇനി കൃഷ്ണരാജപുരമാണ് സ്റ്റോപ്പ്. അത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ KSR ബംഗളൂരു സീറ്റ് പരിചയപ്പെടുത്തി തരാം. ഇതാണ് ആയിരിക്കുന്ന സീറ്റ്. ഇതുണ്ടോ സീറ്റ്. നമുക്ക് ഹാൻഡ് റെസ്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ പുഷ് ബാക്കിനുള്ള സാധനമുണ്ട്. ഈ സാധനം പിടിച്ച് നീക്കിയിട്ട് തിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇടൊന്ന് ഡെമോ കാണിച്ചിടാം. കേട്ടോ പുഷ് ബാക്ക്, ഇങ്ങനെ പുഷ് ബാക്ക് ചെയ്യാൻ പറ്റുന്ന സീറ്റുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു സ്റ്റാൻഡുണ്ട്, ഇപ്പം GoPro ചാർജ് ചെയ്തിട്ടിരിക്കുക. സോ ഇതാണുള്ളത്. പിന്നെ നമുക്കൊരു ബ്ലൈൻഡ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ വെയിൽ നല്ലതാണെങ്കിൽ ഇങ്ങനെ താത്തിട്ട് കഴിഞ്ഞാൽ വെയിലടിക്കില്ല. നല്ല അടിപൊളി വൈൻ. സിയാദിന് മൊത്തം എൻട്രി എടുക്കാം. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് സ്റ്റോപ്പായിട്ടുള്ള കൃഷ്ണരാജപുരത്ത് നമ്മളിപ്പോൾ വണ്ടി എടുത്തിട്ടോ. ഒത്തിരി പേര് ഇറങ്ങാനുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് നമ്മുടെ ട്രെയിൻ കാലിയായി ഇവിടെ. 1 മിനിറ്റേ ഉള്ളായിരുന്നു കേട്ടോ സ്റ്റോപ്പ്. ഈ നേരെ KSR ബാംഗ്ലൂർ 12:40 അല്ല 12:20 12:40 ആകുമ്പോൾ
മെയ്ഡ് ചെയ്തിരിക്കുന്നത് കപൂർത്തലയിലാണോ. ജനുവരി 2013 ഡേറ്റ് ഓഫ് മാനുഫാക്ചർ. ഇതുണ്ടോ അപ്പർ ബർത്ത് എഴുതിയുണ്ടോ. സീറ്റ് നമ്പർ 7 to 120 മുകളിലും 7 to 54 താഴെ. ഫുള്ള് കാലിയുണ്ടോ സീറ്റ്. ഇതേതാ ബാംഗ്ലൂരു ഈസ്റ്റ്. ടോപ്പ് വ്യൂ. നമ്മൾ മൺഡേ വന്നു അപ്പർ ഡെക്കിൽ. സോ ഇത് ഫുൾ എം ടി ആണ്. സോ നമ്മളൊരു എന്താ രാജകൊട്ടാരത്തിന് മണ്ടേ ഇരുന്ന് പോകുന്ന ഒരു ഫീലാട്ടോ ഇവിടെ. അതുവഴി ഉണ്ടോ വാളപ്പേറ്റ് മണ്ടേലെ. നമ്മൾ എടുത്ത വീഡിയോ ഓർമ്മയുണ്ടാവും എല്ലാവർക്കും. ഗോൾഡൻ ചാരിയറ്റ് ഇത് ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. അമൃത് ഭാരത് സ്റ്റേഷന്റെ വർക്ക്സ് ആണ് കാണുന്നത്. എക്സ്പ്രസ് അത് പാലക്കാട്ടോട്ട് നീട്ടാനായിട്ടുള്ള പരിപാടിയൊക്കെ നടന്നതാണ്. അതിൻ്റെ ട്രയൽ റണ്ണും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വർഷം മാർച്ച് ആ സമയത്ത് നടന്നതാണ്. പിന്നെ അതിനെക്കുറിച്ച് ഒരു ഫർദർ അപ്ഡേറ്റ്സും ഇല്ല. എന്നാവുമെന്നറിയില്ല. സോ ആവുമായിരുന്നെങ്കിൽ നമുക്ക് കേരളത്തിലൊരു ഡബിൾ ഡെക്കർ കിട്ടി. KSR ബാംഗ്ലൂർ എത്തി. ഇവിടെ ഒരു ചർച്ചയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ KSR ബാംഗ്ലൂർ എത്തി കഴിച്ചു. എക്സ്പ്രസ് ഇപ്പൊ നമ്മളെ കൊണ്ടുവന്ന വണ്ടിയാണ് കേട്ടോ. സോ ഇവരിപ്പോ തന്നെ WB7 പിടിപ്പിച്ച് ഗൈസ്. അങ്ങനെ നമ്മൾ 435 കിലോമീറ്റർ ഏകദേശം 6.5-7 മണിക്കൂർ കൊണ്ട് നമ്മൾ ഇവിടെ കവർ ചെയ്ത് ഇവിടെ എത്തിയിരിക്കുകയാണ്. നമ്മൾ രാവിലെ 5:45 വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ ഒരു 12:40 ബിഫോർ ടൈമിൽ തന്നെ വന്നു കേട്ടോ എല്ലായിടത്തും. സോ നമ്മളൊരു 7 മണിക്കൂർ മാക്സിമം പിടിച്ചാലും അത്രയും മിനിറ്റ് കൊണ്ട് അത്രയും അവേഴ്സ് നമ്മൾ കവർ ചെയ്ത് ഇവിടെ എത്തി കേട്ടോ. സോ ഈ വണ്ടി ഇനിയിപ്പോൾ നേരെ തിരിച്ച് കോയമ്പത്തൂരിലോട്ടാണെന്ന് തോന്നുന്നു പോകുന്നത്. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ അടുത്ത വീഡിയോയിൽ വരുന്നവരെ ബൈ.